+1 തേർഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. സപ്ലിമെന്ററി അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയമുണ്ട്. ആ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. ഇത് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. ശ്രദ്ധിക്കണേ, അതായത് +1 തേർഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജൂൺ 29 തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ ജൂലൈ 3 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ തേർഡ് അലോട്ട്മെന്റിന് ജൂൺ 29 തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ അതേപോലെ ജൂലൈ 3 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു എന്നിട്ടും പ്രവേശനം നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെന്റിൽ പരിഗണിക്കില്ല. നിങ്ങളിവിടെ ഫീസ് അടച്ച് എന്ത് ചെയ്യണം? സ്ഥിര പ്രവേശനം നേടണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ ഏത് സ്കൂളാണ് കിട്ടിയത്? അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ഒരു സ്കൂൾ കിട്ടി, നിങ്ങൾ ടെമ്പററി എടുത്തിട്ടുണ്ടാവാം. അതേ സ്കൂൾ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയപ്പോൾ അവിടെ നിങ്ങൾ ടെമ്പററി എടുത്തിട്ടുണ്ടാവാം. തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏത് സ്കൂളാണ് കിട്ടിയത്? അത് ഏത് സ്കൂൾ ആയിക്കോട്ടെ. അതായത് തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു പുതിയ സ്കൂൾ കിട്ടിയാലും പഴയ സ്കൂളിൽ തന്നെയാണ് തേർഡ് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിലും തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏത് സ്കൂളാണ് കിട്ടിയത്? അവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും ഫീസ് അടച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം. ഇനി ആർക്കാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ്? സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ആർക്കാടാ? ഇതുവരെ അപേക്ഷിക്കാത്ത ആളുകൾക്കും അതേപോലെ ഇതുവരെ അപേക്ഷിച്ചിട്ട് സീറ്റ് ലഭിക്കാത്ത ആളുകൾക്കും ബാക്കിയുള്ള സീറ്റുകളിലേക്കാണ് എന്തുള്ളത്? സപ്ലിമെന്ററി അലോട്ട്മെന്റ്. അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? ഇതുവരെ അലോട്ട്മെന്റ് കിട്ടിയ ആളുകൾക്ക്, ഫസ്റ്റോ സെക്കൻഡോ തേർഡോ അലോട്ട്മെന്റ് കിട്ടിയ ആളുകൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇതുവരെ അപ്ലൈ ചെയ്തിട്ട് സീറ്റ് കിട്ടാത്ത ആളുകൾക്കും ഇതുവരെ അപ്ലൈ ചെയ്യാത്ത ആളുകൾക്കുമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടാവുക. ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇറങ്ങാൻ വിചാരിച്ച സ്കൂൾ കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ബാക്കിയുള്ള സീറ്റുകൾ ഏതൊക്കെയാണോ ആ സീറ്റുകളിലേക്കാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പരിഗണിക്കുക. പിന്നെ പലരുടെയും ഡൗട്ടാണ്, ഇപ്പം കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട അതിൻ്റെയൊക്കെ റിസൾട്ട് വരാനുണ്ട്. അപ്പോൾ എനിക്ക് അത് കിട്ടി അതിലേക്ക് മാറാൻ പറ്റും. അത് പ്രത്യേകം സർക്കുലറിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണേ, സർക്കുലർ പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട് എന്നൊരു കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതായത് മെറിറ്റ് കോട്ട 3 അലോട്ട്മെന്റിൽ വിവിധ കോട്ടകളിൽ അഡ്മിഷൻ നടക്കുന്നതിനാൽ ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനം അർഹമായി നേടുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായ കോട്ടയിൽ പ്രവേശനം നേടേണ്ടതാണ്. അതായത് ഇത് ജൂലൈ 3, അതായത് നമ്മുടെ തേർഡ് അലോട്ട്മെന്റിൽ ജോയിൻ ചെയ്യാനുള്ള സമയം ജൂലൈ 3 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി വരെയുണ്ട്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വരും? കമ്മ്യൂണിറ്റി കോട്ടയുടെയും മാനേജ്മെന്റ് കോട്ടയുടെയും റിസൾട്ട് വരും. അപ്പോൾ മിക്കവാറും ജൂലൈ 1 or 2 വരും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഏത് സ്കൂളിലാണോ കമ്മ്യൂണിറ്റി കോട്ട കൊടുത്തത്, നിങ്ങൾ ഏത് സ്കൂളിലാണോ മാനേജ്മെന്റ് കോട്ട കൊടുത്തത്, അവിടെ നിന്ന് വിളിച്ചു നോക്കാം. അപ്പോൾ ജൂലൈ 1, 2 തീയതികൾ മിക്കവാറും 2-ാം തീയതി എന്ത് വരും? കമ്മ്യൂണിറ്റി കോട്ടയുടെയും മാനേജ്മെന്റ് കോട്ടയുടെയും റിസൾട്ട് വരും. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളല്ല തേർഡ് അലോട്ട്മെന്റ് കിട്ടിയത്, പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്കൂളിൽ കമ്മ്യൂണിറ്റി കോട്ടയോ മാനേജ്മെന്റ് കോട്ടയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. അപ്പോൾ എവിടെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ജൂലൈ 3, അതായത് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് ഒരു സ്കൂൾ കിട്ടി, നിങ്ങൾ വെയിറ്റ് ചെയ്തോ. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ മിക്കവാറും കമ്മ്യൂണിറ്റി കോട്ടയുടെയും മാനേജ്മെന്റ് കോട്ടയുടെയും റിസൾട്ട് എന്ന് വരും? ജൂലൈ 2 വരും. അപ്പോൾ ജൂലൈ 2 റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെന്റ് കോട്ടയിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാം. ഇനി കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെന്റ് കോട്ടയിലും നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളല്ല കിട്ടിയതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ജൂലൈ 3 വൈകിട്ട് 5 മണി വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മുന്നേ തേർഡ് അലോട്ട്മെന്റ് കിട്ടിയ സ്കൂളിൽ ജോയിൻ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയും മാനേജ്മെന്റ് കോട്ടയും ഒരു സ്കൂളും കിട്ടിയിട്ടില്ല, അങ്ങനെയാണ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജൂലൈ 3 വൈകിട്ട് 5 മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുത്തിരിക്കണം. ഇതിൽ ടെമ്പററി അഡ്മിഷൻ ഇല്ല കേട്ടോ. തേർഡ് അലോട്ട്മെന്റിൽ എന്തില്ല? ടെമ്പററി അഡ്മിഷൻ ഇല്ല എന്നുള്ള കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. തേർഡ് അലോട്ട്മെന്റ് എന്തില്ല? ടെമ്പററി അഡ്മിഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ജൂലൈ 3 വൈകിട്ട് 5 മണിക്ക് മുന്നേ ആയിട്ട് സ്കൂൾ എന്ത് ചെയ്യണം? പ്രവേശനത്തിന് എത്തണം. അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇനി ആർക്കാ? ഇതുവരെ ഒരു അലോട്ട്മെന്റിന് സീറ്റ് കിട്ടാത്ത ആളുകൾ, 3 അലോട്ട്മെന്റ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റിന് സീറ്റ് കിട്ടാത്ത ആളുകൾ, അതേപോലെ തന്നെ ഇതുവരെ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആളുകളെയും ആണ് എന്തിലേക്ക് പരിഗണിക്കുക? സപ്ലിമെന്ററി അലോട്ട്മെന്റ്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ കോട്ടയുടെ അഡ്മിഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സീറ്റ് ഉണ്ടല്ലോ, ആ ബാക്കിയുള്ള സീറ്റുകളിലേക്കാണ് നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പം നിങ്ങൾ വിചാരിച്ച സ്കൂളിൽ തന്നെ സീറ്റ് കിട്ടണമെന്നില്ല. ഓരോ സ്കൂളും എത്ര സീറ്റ് ബാക്കിയുണ്ട് അതിലേക്കായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക? പരിഗണിക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ അലോട്ട്മെന്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നോട്ടിഫിക്കേഷൻ വരും. അതിന് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നോട്ടിഫിക്കേഷൻ HS ക്യാപ്പിൽ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പല സ്കൂളുകളിലും കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെന്റ് കോട്ടയിലും അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്കൂൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് റിസൾട്ട് വരുന്നവരെ വേണം നിങ്ങൾ എന്ത് ചെയ്തോ? ഒന്ന് വെയിറ്റ് ചെയ്തോ. അതിന് റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു സ്കൂളും സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജൂലൈ 3 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്കുള്ളിൽ
തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാതിരിക്കരുത്. ജോയിൻ ചെയ്യാതിരുന്നാൽ നിങ്ങൾ ഒരിക്കലും എന്തിലേക്ക് പരിഗണിക്കില്ല, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല. ഒന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ ജൂലൈ 3 വൈകിട്ട് 5 മണിക്കുള്ളിൽ ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ നിങ്ങൾക്ക് ഏത് സ്കൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയോ ജോയിൻ ചെയ്തിരിക്കണം. ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേക്കാം, ഈ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറത്തായേക്കാം. അപ്പോൾ ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ മാക്സിമം ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളുടെ TC, അതേപോലെ CC കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, TC അഥവാ വിടുതൽ സർട്ടിഫിക്കറ്റ്, അതേപോലെ അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾ എന്തൊക്കെ ടിക്കറ്റ് ഉണ്ടോ അതിൻ്റെയൊക്കെ ഒറിജിനലുമായിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ ചെല്ലേണ്ടത്. അഡ്മിഷൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ കൂടെ പാരന്റ് അഥവാ രക്ഷിതാവ് വേണമെന്നുള്ളത് വളരെ അത്യാവശ്യം കേട്ടോ. അഡ്മിഷൻ പോകുമ്പോൾ നിങ്ങളുടെ കൂടെ പാരന്റ് അല്ലെങ്കിൽ രക്ഷിതാവ് എന്തായാലും വേണം. അപ്പോൾ TC വേണം, അതേപോലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങൾ ഏതൊക്കെ ഉണ്ട് എന്ന് ടിക്കറ്റ് ഉണ്ടോ, ബോണസ് പോയിന്റിനും ക്ലബ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഒറിജിനലുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂളിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ജൂലൈ 3 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി വരെ സമയമുണ്ട്. അതിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പെർമനന്റ് അഡ്മിഷൻ എടുത്താൽ മതി. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ടയുടെയും മാനേജ്മെൻറ്റ് കോട്ടയുടെയും റിസൾട്ട് വരും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഓക്കെ ആണെങ്കിൽ അവിടെ ജോയിൻ ചെയ്യുക, അത് ഓക്കെ അല്ലെങ്കിൽ ഇവിടെ എന്തായാലും ജോയിൻ ചെയ്തിരിക്കണം. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഒരു അലോട്ട്മെൻറ്റിലും സീറ്റ് കിട്ടാത്ത ആളുകൾക്കും ഇതുവരെ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കും വേണ്ടി മാത്രമുള്ളതാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും ജോയിൻ ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആഗ്രഹിച്ച സ്കൂൾ കിട്ടണമെന്നൊന്നുമില്ല. ഓരോ സ്കൂളും എത്ര സീറ്റാണ് ബാക്കിയുള്ളത് അതിനനുസരിച്ചായിരിക്കും എന്തുണ്ടാവുക, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.